നമസ്കാരം. ജോലി തേടിയും നാട് കാണാനുമെല്ലാമായി നിരവധി പേരാണ് യുഎഇയിൽ ദിവസേന എത്തുന്നത്. എവിടെ ആയാലും നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിയമത്തിന് വിദേശിയെന്നോ സ്വദേശിയെന്നോ എന്നൊന്നും വേർതിരിവില്ല. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണമല്ല എന്നതാണ് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. നിയമങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടാം. വിദേശത്ത് പോകുന്നവർ നിർബന്ധമായും അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. വിവാഹം, വിവാഹമോചനം, മക്കളുടെ കസ്റ്റഡി കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് യുഎഇ കൊണ്ടുവന്ന പുതിയ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമം യുഎഇയിൽ താമസിക്കുന്ന പൗരന്മാർക്കും പ്രവാസികൾക്കും ഒരുപോലെ ബാധകമാകും. എന്നാൽ പ്രവാസികളിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമായിരിക്കും നിയമം ബാധകമാവുക. മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ നിയമം ബാധകമാവില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുഎഇ അതിന്റെ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമങ്ങളിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റങ്ങളെയാണ് പുതിയ നിയമം അടയാളപ്പെടുത്തുന്നതെന്ന് പറയാം. ഏപ്രിൽ 15 മുതൽ രാജ്യത്തെ കോടതികളിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ, സംസ്കാരം, പൈതൃകം എന്നിവയിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തെ വ്യക്തിഗത നിയമങ്ങൾ പരിഷ്കരിക്കുക എന്നതാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ നിയമത്തോട് നിലവിൽ വരുന്ന ചില പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്കുള്ള ശിക്ഷകൾ കർശനമാക്കിയിട്ടുണ്ട്. ചില കുറ്റകൃത്യങ്ങൾക്ക് 5000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴ ഈടാക്കാം. ഒരു എമിറാത്തി മുസ്ലിം സ്ത്രീക്ക് അവരുടെ മാതൃരാജ്യത്തിലെ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷിതാവിന്റെ അനുമതിയില്ലാതെ വിവാഹം കഴിക്കാം. നിലവിൽ വിവാഹത്തിന് രക്ഷിതാവിന്റെ അനുമതി നിർബന്ധമാണ്. പുതിയ നിയമം സ്ത്രീക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. ഇണകൾ സംയുക്തമായി ഒരു വീട് സ്വന്തമാക്കുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്താൽ പങ്കാളിയുടെ അനുവാദമില്ലാതെ അവിടെ മറ്റൊരാളെ താമസിപ്പിക്കാൻ കഴിയില്ല. ആദ്യമായി വിവാഹം കഴിക്കുന്ന സ്ത്രീയേക്കാൾ പ്രതിസുത വരന് 30 വയസ്സ് കൂടുതലാണെങ്കിൽ വിവാഹത്തിന് കോടതി അനുമതി ആവശ്യമാണ്. ആവശ്യമെങ്കിൽ വിവാഹത്തിന്റെ 15 ദിവസത്തിനുള്ളിൽ ഭർത്താവ് വിവാഹമോചനം രേഖപ്പെടുത്തണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാര്യയ്ക്ക് നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യാം. പങ്കാളി മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ 2 പേർക്കും വിവാഹമോചനം തേടാം. പുതിയ നിയമപ്രകാരം വിവാഹബന്ധം വേർപിരിയുന്നതിന് മുമ്പ് കുടുംബ ഗൈഡൻസ് സെന്ററിലേക്ക് കേസ് റെഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിലവിൽ ഇത് നിർബന്ധമാണ്. കസ്റ്റഡി കേസുകളിൽ കുട്ടിയുടെ അവകാശങ്ങളാണ് പരമപ്രധാനം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കസ്റ്റഡി പ്രായം ഏകീകരിച്ച് 18 വയസ്സായി ഉയർത്തി. 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഏത് രക്ഷിതാവിനൊപ്പം താമസിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. കസ്റ്റഡി അവകാശമുള്ള മാതാപിതാക്കൾക്ക് വർഷത്തിൽ 60 ദിവസം വരെ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യാം. വംശാവലി തെളിയിക്കാൻ DNA പരിശോധനകൾ ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. വഞ്ചനാപരമായ അനന്തരാവകാശം പിടിച്ചെടുക്കുകയോ പാഴാക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. മാതാപിതാക്കളെ അവഗണിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും പുതിയ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.